ഹലോ ഗായ്സ്, വീണ്ടും ഞങ്ങൾ ഇതാ തിരിച്ചെത്തിയിരിക്കുന്നു. So today we are going to a സർപ്രൈസ്. Yeah. For a surprise trip. So ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ ജോയിൻ ചെയ്യാനുണ്ട്. ആ ആളും കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ശരിക്കുള്ള ഇൻട്രോ എടുക്കാം. അതെ. ഓക്കെ, ബൈ ബൈ. അതെന്തായിരുന്നു ചുമ്മാ ഉണ്ട് എൻ്റെ ഞങ്ങൾ സെൽഫ് ചെക്ക് ഇൻ ചെയ്യുകയാണ്. ചെക്ക് ഇൻ കാർഡ് കിട്ടിയിരിക്കുന്നു. കിട്ടി. അതെ, ഞങ്ങൾ സെൽഫ് ചെക്ക് ഇൻ ചെയ്തു. ആകെ കാർഡ് മാത്രം ഒന്ന് ലാസ്റ്റ് ടൈമിൽ വർക്കായില്ല. ബാക്കി എല്ലാം സെറ്റായിരുന്നു. എന്നിട്ട് ഞങ്ങൾ പോവുകയാണ്. ഇതിൻ്റെ ഇനി സാധനം എവിടെ വെക്കണ്ടേ എനിക്കറിയില്ല. ഒരു കാർഡ് എടുത്ത് വെച്ച് പെട്ടിനെ അനാഥമാക്കിക്കൊണ്ട് റൂം കണ്ടപ്പോൾ ഓടിയിരിക്കുന്നു പൗർണമി രതീഷ്. ആരോ ഉണ്ട്. എടി, നമുക്ക് മൂന്നവർക്ക് ഇവിടെ കടന്നുറക്കാവും. അവിടെ വേറെ ആരോ ഉണ്ട്. ആരോ ഉണ്ട്, കാരണം നമ്മൾ മൂന്നുപേരും ഒരാളല്ലേ. ഞങ്ങൾ ഹോസ്റ്റലാണ് ഗൈസ് ബുക്ക് ചെയ്തത്. സോ ഒരു ബങ്ക് ബെഡും ഞങ്ങൾക്ക് 2 ഡബിൾ ബെഡും കിട്ടും. ഞങ്ങൾ 3 പേരും ഇവിടെ ഒരുമിച്ച് കിടന്ന് നമ്മുടെ അടി, കാരണം അത് ഒരെണ്ണം ബെനിഫിറ്റ് ആയിട്ടുള്ളൂ. ബാക്കി അതും ഉപയോഗിച്ചിട്ടില്ല, ഇതും ഉപയോഗിച്ചിട്ടില്ല. സോ ഇതാണ് നമ്മുടെ കട്ടൻ തോന്നേടി. പിന്നല്ല അത്, പിന്നെ വേറെ ആര്, പിന്നെ ഒരാളും കൂടി ഉണ്ട്. അത് ആരാന്ന് അറിയത്തില്ല നമുക്ക്. ബട്ട് എന്നാലും തുറന്നേടി. വല്ല വ്യൂ ഉണ്ടോ നോക്ക്. അതോ ഇന്നാള് വെന്നീസി ഇപ്പൊ വലിയ കാര്യത്തിൽ ഞങ്ങൾ വന്ന് തുറന്നടി. കാടായിരുന്നു അല്ലേ? അത് ഷോ. ഇത് ഇച്ചിരിയെങ്കിലും അറിയാം. എന്തേലും അത് തുറന്നേടി. കിപ്പൻ ചെയ്തോ? അല്ല, അത് തുറക്കാൻ പറ്റുമോ? കിപ്പൻ അടിവശത്ത് സാധനമുണ്ട്. പറ്റില്ല. എടി മറ്റേ ഇതായിരിക്കും. അതൊട്ടും പറ്റില്ല. പിന്നെ മൂജി. ബട്ട് എന്നാലും കുഴപ്പമില്ല. അതാണ്. ഓ, ഞങ്ങൾക്ക് 3 പേർക്ക് സുഖമായിട്ട് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങാം. ബാത്റൂമിൽ ആരും ഇല്ലല്ലോ അല്ലേ? ഇത് രണ്ടും ബാത്റൂമാണ്. തുറന്നു. അത് നല്ല കേട്ടോ. ഞാൻ പുറത്ത് ഈ ബാഗ് ഇട്ടോണ്ടായി നടക്കണത്. വെച്ചേ ഉണ്ണിക്കണ്ണനാണി കൊമ്പനാണി എല്ലാം എൻ്റെ അകത്തുണ്ട്. നല്ല ഇതല്ലേ? അവളിങ്ങനെ ഞെക്കി നോക്കും. മൊത്തത്തിൽ ബെഡാണോ? ഓഫ് ചെയ്യട്ടെ. അപ്പൊ ഞങ്ങൾ തിരിച്ചെടുക്കാം. സെൽഫി ആയിട്ട് എടുക്കാം. അപ്പൊ ഇത് തന്നെ തിരിയില്ല. തിരിച്ചെടുക്കാം. ഇങ്ങനെ എടുക്കാം. സോ ഇങ്ങ് വാ. വെട്ടമുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇനി കിടന്നുറങ്ങാൻ പോവാണ്. ഞങ്ങൾ ഫ്രഷപ്പ് ആയിട്ട് ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവാണ് രാവിലെ. ആൻഡ് ഒരു സർപ്രൈസ് ഉണ്ട് നാളെ രാവിലെ. പിന്നെ ഞങ്ങൾ എവിടെയാണെന്ന് അറിയോ ഗൈസ്? ഞങ്ങൾ വിയന്നയിലാണ്. ഇപ്പം ഞങ്ങൾ വിയന്നയിലാണ്. നാളെ ഒരു സർപ്രൈസ് ഉണ്ട്. അത് ഇവർക്ക് അറിയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പൊ തന്നെ പറയാം. അവള് റൂമിൽ കയറിയ പറയാന്ന് പറഞ്ഞു. ഓക്കെ, എന്നാൽ ഞാൻ ഇപ്പൊ തന്നെ പറയാം. ഓക്കെ, എന്നാ പറ. ഓക്കെ, പറ. ഇത് റെക്കോർഡിംഗ് ആണോ നോക്കാവോ? അതെ, എനിക്കിവിടെ എക്സ്പ്രഷൻ കിട്ടണം. നാളെ നമ്മള് ബ്രാറ്റിസ്ലാവിയ പോവാ. അടുത്ത കൺട്രി അറിയോ നിനക്ക്? അടുത്ത കൺട്രിയോ? സ്ലോവേനിയ. 1 ഡേ ട്രിപ്പ്. നാളെ നമ്മൾ തിരിച്ചു പോരും.
ഇവിടുന്ന് 1 hour ട്രെയിൻ ഡ്രൈവേ ഉള്ളൂ. എനിക്ക് അറിയാവുന്ന സ്ഥലമാണോന്ന്. ഇവിടെ അടുത്ത രാജ്യം സ്ലൊവേനിയ. ട്രെയിൻ ഡ്രൈവേ ഉള്ളൂ 1 hour. ഇവിടുന്ന് വിയന്ന ഹൗട്ട്ബാനോഫിന്ന് 1 hour ഉള്ളൂ. സ്ലൊവേനിയ ബ്രാറ്റിസ്ലാവിയ പോയി നമുക്ക് നാളെ തന്നെ തിരിച്ചു വരാം. എന്നിട്ട് ബാക്കി 2 ദിവസമാണ് നമ്മള് വിയന്നയില്. ഒറ്റയടിക്ക് രണ്ട് ഞാൻ അതിനുള്ള ട്രെയിൻ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ട്. നാളെ ട്രെയിൻ ടിക്കറ്റ് മറ്റേ OBB പോയി പ്രിന്റ് എടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട. അതാണ് എന്റെ ഗിഫ്റ്റ്. ഓ സൂപ്പർ, താങ്ക് യു. അതാണ് സർപ്രൈസ്. കൊള്ളാം, നല്ല സർപ്രൈസ്. എന്നോട് ചോദിച്ചോണ്ടിരിക്കും, ഞാൻ ഇഷ്ടപ്പെടുമായിരിക്കും. പക്ഷെ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോണ്ടല്ലോ ഗൈസ്, നല്ല അടിപൊളി സൂപ്പർ രാത്രി ആയതുകൊണ്ട് തണുപ്പുണ്ട്. പക്ഷെ നല്ല അടിപൊളി സ്ഥലം. വന്ന് ഇറങ്ങിയതേ ഇഷ്ടായി. സാധാരണ ഹർബാനഫ് ഒക്കെ കാണുമ്പോ ഭയങ്കര ഷോക്കായിരുന്നു. പക്ഷെ ഇതെനിക്ക് നമുക്ക് എല്ലാവർക്കും എയർപോർട്ട് ഫീലിംഗ് ആയിരുന്നു ഇവിടെ വന്നിട്ട്. അടിപൊളി. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ എന്റെ കൈ. ഗുഡ് മോർണിംഗ് ഗൈസ്. ഐസ്ക്രീം എന്തേലും ചെയ്തല്ലേ കാപ്പുച്ചീനോ കക്കാവോ വരട്ടെ. എന്താ പൈസ അവർ തരില്ല. ഇപ്പഴാ പ്രോഡക്റ്റ് നടത്തിയത്. എന്തോ കാണിച്ചു ഗൈസ്, വിഷയായി. അന്ന് ഇതിന്റെ പൈസ അടക്കേണ്ടത് അവിടെ ആയിരിക്കില്ല, ഇവിടെയാണ്. അതെന്താ 5 euro നമ്മൾ വന്ന ബാനോഫിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. സോ ഞങ്ങളിപ്പോൾ വീണ്ടും ട്രെയിൻ സ്റ്റേഷനിലേക്ക് പോവുക. ഞങ്ങൾ ഇന്നലെ രാത്രിയാണ് ഇവിടെ വന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ ഞങ്ങളൊരു സ്ഥലം പോവാൻ, നമ്മൾ ഇന്നലെ പറഞ്ഞതല്ലോ അല്ലേ, അത് ഞാൻ അവർക്ക് സർപ്രൈസ് കൊടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവുക. ബ്രാറ്റിസ്ലാവിയ. ടിക്കറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ട്, പക്ഷെ അത് പ്രിൻ്റ് എടുക്കണം. അതിൻ്റെ കോഡുണ്ട്. സമയം ഓടിക്കൊണ്ടിരിക്കുന്നു. നമ്മളും ഓടിക്കൊണ്ടിരിക്കുന്നു. അവിടെ OBBയുടെ ഇതുണ്ട്. അവിടുന്ന് ഞങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ പറ്റും. ടിക്കറ്റ് എടുക്കണം. നല്ല കാറ്റുണ്ട്, അത് മാത്രമേ പ്രശ്നമുള്ളൂ. ഒരു പ്രശ്നമില്ല. ഇതെന്തെങ്ങനെ കാണിക്കണം നോക്കട്ടെ. ഞങ്ങൾ ബുക്കാൻ ചെയ്യാൻ പറഞ്ഞത് എവിടെയോ വരും. എവിടെയാണ് വരുന്നത്? അവിടെയാണെന്ന് തോന്നുന്നു. അല്ല, അതാണ്ട് അവിടെ കൈ പിടിച്ചടിക്കാൻ. എനിക്ക് ടിക്കറ്റ് ഇഷ്ടമായി. 2 കൂടെ വരാനുണ്ട്. അതെ, 1 കിട്ടി. ടാറ്റ, ബൈ ബൈ. ഇത് പിടിച്ചടി. അല്ല, തഴുമ്പോ ഞാൻ എത്രയല്ലേ ഉള്ളൂ. താങ്ക് യു ഫോർ യുവർ ഓക്കെ, ലെറ്റ്സ് ഗോ. ഇപ്പോൾ പ്ലാറ്റ്ഫോം നോക്കണം. ഞങ്ങൾ ബ്രാറ്റിസ്ലാവിയക്ക് പോവുകയാണ്. കയറാം. ഇല്ല.
അമ്മച്ചി ഞങ്ങൾ കയറിയിരുന്നു. നല്ല കോലത്തിലൊന്നും നമ്മൾ എടുക്കില്ല. പിന്നെ ഇതിലേത് നല്ല പോലെ കാണിക്കാനുണ്ട്. സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ബ്രാറ്റിസ്ലാവയിലേക്ക് പോവുകയാണ്. എല്ലാവരുടെയും കയ്യിൽ ടിക്കറ്റ് ഉണ്ട്. സോ എൻ്റെ ടിക്കറ്റ് ബാഗിനകത്തുണ്ട്. ഞങ്ങളങ്ങനെ ബ്രാറ്റിസ്ലാവയിലെത്തി. ഇനിയിപ്പം ഞങ്ങൾ ഇവിടെ എന്താ പറയുക, മറ്റേ ഇതിലേക്ക് നടക്കുക. ഒരു ഗേറ്റ് കാണാനായിട്ട്, ഒരു മൈക്കിൾസ് മിഹൈൽസ് അങ്ങനെ എന്തോ ഒരു ഗേറ്റ് കാണാനായിട്ട്. ഈ കാണുന്നതാണ് ആ സംഭവം. നമ്മൾ അങ്ങോട്ടാണ് നടക്കുന്നത്. അവരവിടെയുണ്ട്, ഒരു ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കുക. നല്ല തണുപ്പുണ്ട് കേട്ടോ, കൈ മരയ്ക്കുന്നുണ്ട്. ഗ്ലൗസ് എടുത്തിട്ടുണ്ട്, ചെറിയ ഗ്ലൗസ്. പക്ഷെ എല്ലാം കൂടെ ആയിട്ട് നടക്കാൻ ഭയങ്കര പാടല്ലേ, അപ്പം അതുകൊണ്ട് അങ്ങനെ. ഞങ്ങളാണെങ്കിൽ ഇങ്ങനെ നടക്കുക. ആക്ച്വലി ഇവിടെ 3 ഭാഷ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ ഭാഷയും ഇവിടുത്തെ ഭാഷയുടെ പേരെന്തുവാ അറിയില്ല, നോക്കണം. ഞങ്ങൾ ഗൂഗിൾ ചെയ്തിട്ട് പറയാം. പക്ഷെ ജർമ്മനും ഇല്ലേ? ചെറുതായിട്ട് ജർമ്മനുണ്ട്, പിന്നെ ഇംഗ്ലീഷുണ്ട്, പിന്നെ ചെറുതായിട്ട് ഇംഗ്ലീഷും ഉണ്ട്, പിന്നെ ഇവിടുത്തെ ഭാഷ. ആക്ച്വലി ഇതൊരു ഡേ ട്രിപ്പ് പോലെ നമുക്ക് വിയന്നയിൽ ഇങ്ങോട്ട് വരാൻ പറ്റും. ഒരു 1 hour ട്രെയിൻ ഡ്രൈവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് വരാൻ പറ്റും. അങ്ങനെ അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കാം. നല്ല തണുപ്പുണ്ട്. കയറാൻ പറ്റുമെന്ന് ചെയ്യുന്നത്. ഞങ്ങൾ ചിമ്മിനി ഐസ്ക്രീം, ചിമ്മിനി കേക്ക് പ്രാഗിൽ കഴിച്ചാൽ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ചിമ്മിനി കേക്കാണിത്. അതെ, പക്ഷെ പ്രാഗില് കുറച്ചും കൂടെ ഒക്കെ ഫീലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കുറെ അല്ലേ? അതെ, അതെ. ഡോണ്ട് നോ ഹൗ ഇറ്റ് വിൽ ടേസ്റ്റ്. ഇങ്ങോട്ട് നീങ്ങിക്കടി, ഇങ്ങോട്ട് വാ. ഞങ്ങൾ വന്നപ്പോൾ ഒട്ടും ആൾക്കാരില്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഇഷ്ടംപടി ആൾക്കാരായി. ആ സൈഡും കൂടി കിട്ടിയാൽ ഭംഗിയായിരുന്നല്ലേ? അപ്പൊ അത് സൈഡിൽ നിന്ന് എടുത്തോടി. ആ ഇപ്പൊ കാണാൻ നല്ല ഭംഗിയുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. മര്യാദയ്ക്ക് നിൽക്കി. നല്ല പൈസ ആയിരിക്കുമോ? അപ്പുറത്തും ഉണ്ട് കേട്ടോ, അപ്പുറത്ത് മാഗ്നറ്റ് ഞാൻ കണ്ട്. എടുക്കുന്നുണ്ട്. ഞങ്ങൾ എന്തൊക്കെയോ മേടിച്ചു. വലിയ കാര്യത്തിൽ പറയണമെന്നുണ്ട്, പക്ഷെ ഞങ്ങളാണെങ്കിൽ ഉഡോൺ നൂഡിൽസ് ആണോ പിന്നെ നമ്മൾ മേടിച്ചത്? വേറെന്തോ മേടിച്ചു. ആക്ച്വലി അതുണ്ടോ അവിടെ ഫോയോ എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. അപ്പോൾ ആ കടയിൽ നിന്ന് ഞങ്ങൾ മേടിച്ചു. ഇനിയിപ്പോൾ ഇത് ബെല്ലടിക്കുമ്പോൾ ഞങ്ങൾ പോയി മേടിക്കും. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്.
സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി, ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ വേണ്ടി. സംഭവം നല്ലതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ ഇടയ്ക്ക് അവളുമാർ ഫോട്ടോ എടുക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. കാരണം ഇവിടുത്തെ ഭാഷയിലാണ് ഫുള്ള് എഴുതി വെച്ചത്. അപ്പം ഞങ്ങൾക്ക് ഒന്നും മനസ്സിലായില്ല. ഞങ്ങൾ പിന്നെ അവിടുത്തെ ചേച്ചിയോട് ഇങ്ങനെ ചോദിച്ച് ഗംഗയ്ക്ക് ഒരു ഫ്രൈഡ് റൈസ്, ചിക്കൻ ഫ്രൈഡ് റൈസ്, എനിക്ക് ചിക്കൻ ടെരിയാക്കി, അവള് വേറെ എന്തോ ഒരു സാധനം, പൗർണമി എന്തോ ഒരു സാധനം വരുമ്പോൾ അറിയാം. അതെ. അപ്പം അങ്ങനെ മേടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ലഞ്ചിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഞങ്ങളുടെ ചിക്കൻ ഫ്രൈഡ് റൈസ്, എന്തോ ഒരു സാധനം, ചിക്കൻ ടെരിയാക്കി റൈസ്, പിന്നെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ കൊക്കോകോള ആൻഡ് സ്പ്രൈറ്റ്. അവൻ്റെ പേര് ഓനെ സുക്രാട്ടോ, പക്ഷെ നല്ല മധുരാന്നാ. അപ്പം ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇത് കൊള്ളാം കേട്ടോ റൈസ്. ഈ സാധനം എടുത്ത് മാറ്റി ഞാൻ ചോറ് ഒരു മിനിറ്റ്, ചോറ് കുഴപ്പമില്ല, കുഴപ്പമില്ല വന്നാന്നുള്ളൂ. ഞങ്ങളിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അവർ രണ്ടുപേരും ടോയ്ലറ്റിൽ പോയപ്പോൾ ഇപ്പോൾ അവർ വന്നിട്ടാണ് എനിക്കും ടോയ്ലറ്റിൽ പോകാനായിട്ട്. പിന്നെ എന്നാ ഞങ്ങളിങ്ങനെ നടക്കുമായിരുന്നു. ഞങ്ങളിനി കാണാൻ പോകുന്ന ഒരു ബ്ലൂ ചർച്ച് എന്ന് പറഞ്ഞിട്ടൊരു ചർച്ചാണ്. പക്ഷെ അത് ഭയങ്കര ഭംഗിയാണ്. ലൈക്ക് ഫോട്ടോയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്, നേരിട്ടാണ് എങ്ങനെയൊക്കെ അറിയില്ല. എന്നാലും ഞങ്ങൾ അവിടെ പോയി നോക്കാമെന്ന് വെച്ചിട്ടായിരുന്നു. അപ്പം അങ്ങനെ പിന്നെ ഞങ്ങൾ സോവനീറൊക്കെ മേടിച്ചായിരുന്നു. ഞങ്ങൾ മൂന്ന് ഫ്രിഡ്ജ് മാഗ്നറ്റ് പോലത്തെ സോവനീർ മേടിച്ചു. വീട്ടിൽ ചെന്ന് തന്നെയാണ് കാണിക്കാം. കാരണം അന്നേരം എല്ലാം കൂടെ സാധനങ്ങൾ അത്യാവശ്യം നമുക്ക് കയ്യിലുണ്ട്. ഞങ്ങൾ ഡേ ട്രിപ്പ് പോലെ ഇറങ്ങിയതല്ലേ, അപ്പം കുറച്ച് സാധനങ്ങളൊക്കെ അത്യാവശ്യം കയ്യിലൊക്കെ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ആയിട്ട് പിന്നെ കോട്ടും പിന്നെ വെളിയിൽ ഭയങ്കര തണുപ്പും എല്ലാം കൂടെ ആയിട്ട് ഇച്ചിരി പാടാണ്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ കോപ്പ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഇവിടെ ബ്രാറ്റിസ്ലാവ എന്നാണ് ഇവിടെ. ഇത് ആക്ച്വലി സ്ലൊവാക്കിയയുടെ ക്യാപിറ്റലാണ് ബ്രാറ്റിസ്ലാവ. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ബ്രാറ്റിസ്ലാവയിലാണ് ഉള്ളത്. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്നതിൽ ബ്രാറ്റിസ്ലാവ എന്ന് പറയുന്നത് സ്ലൊവാക്യയും മാറിപ്പോകും. സ്ലൊവാക്കിയയുടെ ക്യാപിറ്റലാണ് ബ്രാറ്റിസ്ലാവ. ഓക്കെ, അപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെയാണ് വന്നേക്കണേ. അതുകൊണ്ട് എന്താ പറയുക, സംഭവം കൊള്ളാം. ഞങ്ങൾ പ്രാഗിൽ പോയതുകൊണ്ട് ഏകദേശം ഒരു പ്രാഗിൻ്റെ ഒക്കെ ഒരു ടൈപ്പ് ഒരു ഇതൊക്കെ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ തോന്നി. പിന്നെ ഇവിടെ സ്ലൊവക്ക് എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് അവർ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വലുതായിട്ട് മനസ്സിലാകുന്നില്ല, ഇംഗ്ലീഷ് പറയണം ഇവിടെ. പക്ഷേ വിയന്നയൊക്കെ ആണെങ്കിൽ ഫുൾ ജർമ്മൻ തന്നെയാണ്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല, ജർമ്മൻ തന്നെ പറയുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ. പക്ഷേ ഇവിടെയാണ് ബ്രാറ്റിസ്ലാവയിലാണെങ്കിലും നമ്മുടെ ജർമ്മനിയിലുള്ള മിക്ക ബ്രാൻഡുകളുടെ ഷോപ്പുകളും എല്ലാം ഉണ്ട്. അതായത് ഇപ്പം നമ്മളവിടെ പോകുന്ന ന്യൂയോർക്കർ ക്ലോത്തിങ് സ്റ്റോറ്, DM, അങ്ങനെ മ്യുള്ളർ, അങ്ങനെയുള്ള എല്ലാം തന്നെ ഉണ്ട്. ഇവിടെ ഉണ്ട്, ബ്രാറ്റിസ്ലാവയിലും ഉണ്ട് സെയിം സംഭവം തന്നെ. പക്ഷേ ഇവിടെ കുറച്ചും കൂടെ കമ്പാരിറ്റീവ്ലി ഒരു ചീപ്പാണെന്ന് തോന്നുന്നു. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. പക്ഷേ ഇവിടെ വന്നിട്ട് അങ്ങനെ അത്ര ഇതായിട്ട് തോന്നില്ല. പക്ഷേ ഫുഡ് ഞങ്ങളിപ്പോൾ ഇവിടുന്ന് മേടിച്ചപ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി ചീപ്പായിട്ട് തോന്നി, ജർമ്മനിയിലേക്കാളും കുറച്ച് ചീപ്പായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ ചുമ്മാ ഡേ ട്രിപ്പ് പോലെ കറങ്ങാലോ, ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈക്ക് കുറച്ച് ഹിസ്റ്റോറിക്കായിട്ടുള്ള സാധനങ്ങൾ അങ്ങനെയൊക്കെ കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പം ഇനിയിപ്പോൾ അവർ ടോയ്ലറ്റിൽ പോയിട്ട് വരണം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോകാനായിട്ട് വീണ്ടും ഇറങ്ങും. ഓക്കെ, അപ്പോൾ കാണാം. നല്ല ഭംഗിയുണ്ട്, എന്തോ ഒരു ഡിസ്നി, നീ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിസ്നി വൈബ് ഉണ്ട്. And this is Blue Church.
ഞങ്ങൾക്ക് ജസ്റ്റ് ഇത്രേ അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ, കാരണം ഇന്നത് ക്ലോസ്ഡാ. ഒരു മിനിറ്റ്, ഇന്നിത് ക്ലോസ്ഡാണ്. എന്നാ തുറക്കണം? ഞാൻ ആപ്പിൽ നോക്കിയപ്പോൾ ക്ലോസ്ഡാണ് കാണിച്ചത്, പക്ഷെ വെളിയിൽ വന്ന് ഫോട്ടോ എടുക്കാമല്ലോ. വെളി വശാണെങ്കിൽ എല്ലാവരും ഭയങ്കര ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാം ഇങ്ങനെ എടുക്കണേ. അപ്പം ഞങ്ങളും കുറച്ച് ഫോട്ടോ ഒക്കെ നിന്നെടുത്തു. ഞങ്ങൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ജസ്റ്റ് ഞങ്ങൾ അകത്ത് വരെ കയറിയിട്ട് ഇങ്ങനെ ഗ്ലാസ്സിൽ എടുത്തു, ഇങ്ങനെ ഫോട്ടോയും വീഡിയോയും എടുത്തു. നല്ല നടപ്പുണ്ട്. ഓടുന്ന ആൾക്കാരായിരുന്നു എല്ലാവരും ക്യാമറയുടെ മുമ്പിലോട്ട് ഓടി വരുന്നു. അതെ, ഞങ്ങളിപ്പോൾ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. അതെ, പക്ഷെ നല്ല നടപ്പുണ്ട്. അതുകൊണ്ട് ബ്ലൗസിൻ്റെ ഉള്ളിൽ എടുത്ത് ഇനിയിപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോകണം. ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് നടന്നാ വന്നേ. ഇപ്പൊ ഇവിടുന്ന് ഒരിച്ചിരി എങ്ങോട്ടോ നടക്കുമ്പോഴത്തേക്ക് ട്രെയിൻ സ്റ്റേഷൻ ഡോറ നമ്മളെ വഴി കാട്ടും. അതെ അതെ അതെ. ആർക്കൊക്കെയോ നല്ല ഫോട്ടോ കിട്ടിയതിന്റെ ഒച്ചയൊക്കെയോ കേൾക്കണത് എന്ന് പറഞ്ഞാൽ അതാണെന്ന് തോന്നുന്നു. അങ്ങനെ ഇപ്പൊ കൊറേ ആൾക്കാരുണ്ട്. പക്ഷെ നല്ല ഭംഗിയാ കാണാനായിട്ട് ഈ ചർച്ച്. ബ്ലൂ ചർച്ച് എന്ന് തന്നെ അവര് പറയുന്നത്. എല്ലാരും ഫോട്ടോ എടുക്കുക. അതെ, ഞാൻ ചൂറോസ് മേടിച്ചു കൊടുക്കാൻ തോന്നുന്നു. ഞാൻ വരട്ടെ. അതാണ് 4 എണ്ണത്തിന്റെ. അങ്ങനെ ഞങ്ങൾ ചുറോസ് മേടിച്ചിരിക്കുകയാണ് വിത്ത് പിസ്താഷ്യോ സോസ് ആൻഡ് ന്യൂട്ടല്ല. ആൻഡ് ദിസ് ഇസ് ദ വൈബ്. എന്നാ കഴിക്കണ്ടടി, ഞങ്ങൾ കഴിക്കാം. അതൊന്നും പരിപാടിയാ. അതെ, ആ നമ്മൾ പ്രാഗിൽ പോയപ്പോഴത്തേക്ക് കണ്ടില്ലേ, നമ്മൾ ആ ഡോഗിനെ ഇങ്ങനെ തൊടുമ്പോഴത്തേക്ക് എങ്ങനെ എന്തുകൊണ്ടെന്ന് സൂമാക്കാൻ പറ്റും. ആവോ അറിയില്ല. അത്ര ക്ലിയർ അല്ല. ഗൈസ്, ഒരു അടിപൊളി ബസ് ഉണ്ടോ? ഫുൾ ക്രിസ്മസ് ഡെക്കറേഷനിലാണ്. ഓണമയൊക്കെ സ്മർഫിനെ പോലെ സ്മർഫിനെ പോലെ. ഞങ്ങളിവിടെ തിരിച്ചു പോവുക. അത് മാത്രമേ കേട്ടോ ഈ സമയത്ത്. ഓ അതെ, പക്ഷെ സമ്മറിലൊക്കെ അടിപൊളിയാണ്. പക്ഷെ സമ്മറിൽ എവിടെയൊക്കെ പോവാനാ? അതെ, ഞങ്ങളുടെ പുറകിൽ ബുക്കിംഗ് ഇരിപ്പുണ്ട്. ഞങ്ങൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇതിന് ട്രെയിൻ സ്റ്റേഷനിൽ പോയിട്ട് ട്രെയിൻ സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ എടുത്ത് തിരിച്ച് ഞങ്ങൾ വിയന്നയ്ക്ക് പോകുക കേട്ടോ. നല്ല അടിപൊളി ഡെക്കറേഷൻ ബസ്സിനകത്തൊക്കെ. അതെ, അയ്യോ അല്ലേ, പക്ഷെ നല്ല രസമില്ലേ അവർ ചെയ്തേക്കണ കാണാനായിട്ട്. നല്ല ഭംഗിയുണ്ട്. അപ്പൊ ട്രെയിനൊക്കെ ആയിട്ട് കാണാൻ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വിയന്നയിലോട്ട് പോകാനുള്ള ട്രെയിൻ കയറി. ഇതിനിപ്പം 11 മിനിറ്റും കൂടെ ഉണ്ട് ഇത് എടുക്കാൻ വേണ്ടി. ഞങ്ങൾ നേരത്തെ വന്ന് കയറിയതാണ്. സോ അങ്ങനെ തണുപ്പ് കാരണം ഇച്ചിരി സീനുണ്ടായിരുന്നു. പിന്നെ അവരുടെ രണ്ടോടെ ബൂട്ട്സിന് ചെറിയ ഹീലുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ നടക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ഇതും ഉണ്ടായിരുന്നു. അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലായിരുന്നു. ആക്ച്വലി എനിക്ക് തോന്നിയിട്ട്
എനിക്ക് നോക്കിയിട്ടില്ലെങ്കിൽ ഞങ്ങളിപ്പോൾ വന്ന് കണ്ടിട്ട് അങ്ങനെ ആ ഒരു ഇതിൽ വെച്ചിട്ട് സ്ലോവാക്യ അല്ല സ്ലോവാക്യാണ് എനിക്ക് വെച്ച് ലൈക്ക് നമ്മൾ ഇങ്ങനെ വന്ന ഇത് വെച്ചിട്ട് ഈ സ്ലോവാക്യയിൽ ആണെങ്കിൽ എന്താ പറയുക വൺ ഡേ ട്രിപ്പിന് വന്ന് ജസ്റ്റ് കണ്ടു പോകേണ്ട ഒരു ഇതേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നി. കുറച്ചും കൂടെ ഉണ്ടായാലും നല്ലതായിരുന്നു.10 ഞങ്ങൾ ഇച്ചിരി താമസിച്ചാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊരു 11 മണിയൊക്കെ ആയപ്പോഴാണ് ആക്ച്വലി ഇവിടെ വന്നത്. 10:45 ആ ടൈമായപ്പോഴാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പം അതുകൊണ്ട് എന്താ പറയുക ആ ടൈം തൊട്ട് ഇപ്പോൾ ഇവിടെ 5 മണിയായി, 5:15 ആകുന്നു. അപ്പം ഇത്രയും നേരം കൊണ്ട് ഞങ്ങൾ അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ നടന്ന് കണ്ടു. ആ ഒരു എന്താ പറയുക ആ ഒരു സിറ്റിയും കാര്യങ്ങളും അത്യാവശ്യം മെയിനായിട്ടുള്ള അട്രാക്ഷൻസും ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളും അത്യാവശ്യം മെയിനായിട്ടുള്ള അട്രാക്ഷൻസൊക്കെ ഞങ്ങൾ ഇങ്ങനെ കണ്ടു. ആക്ച്വലി 2 ദിവസം ഉണ്ടായത് നല്ലതായിരുന്നു എനിക്ക് തോന്നി. ബട്ട് എന്നാലും വൺ ഡേ ട്രിപ്പിനും ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്, ലൈക്ക് ഒരു വൺ ഡേ ട്രിപ്പിന് ബെസ്റ്റ് ഓപ്ഷനാണ് ഈ സ്ഥലം, ബ്രാറ്റിസ്ലാവിയ എന്ന് പറയുന്ന സ്ഥലം. ബ്രാറ്റിസ്ലാവ. ബട്ട് ഈ വൺ ഡേ ട്രിപ്പ് എന്ന് പറയുന്നത് വിയന്നെ എന്നാണ്. ആക്ച്വലി നമുക്കിപ്പോൾ ജർമ്മനിയിൽ നോക്കുമ്പോൾ പിന്നെയും ഒത്തിരി ദൂരമുണ്ട്. ബട്ട് അല്ലാണ്ട് ഇപ്പം നമ്മൾ വിയന്നെ നോക്കുവാണെങ്കിൽ വൺ ഡേ ട്രിപ്പിന് വേണ്ടി ഒരു ബെസ്റ്റ് സ്ഥലമാണ് അല്ലേടി, എനിക്ക് തോന്നിയില്ലേ? ലൈക്ക് ഇപ്പം നമ്മൾ ജർമ്മനിയിൽ നിന്ന് വരുവാണെങ്കിൽ നമുക്ക് പാടാം, വൺ ഡേ ട്രിപ്പൊന്നും പറ്റില്ല. പക്ഷെ വിയന്നേന്ന് നമുക്ക് വരുമ്പോൾ നല്ലൊരു ഓപ്ഷനാണ്, ഒരു വൺ ഡേ ട്രിപ്പിന് ഒരു ബെസ്റ്റ് പ്ലേസ്. ആ ഒരു ഇതുപോലെ അത്യാവശ്യം മെയിനായിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ലാൻഡ്മാർക്കും മറ്റേ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടു, അട്രാക്ഷൻസും എല്ലാം നമ്മൾ കണ്ടു. അപ്പോൾ അങ്ങനെ രാത്രി സമയം 12:30 ഇരുന്ന് ഓട്സ് കഴിക്കാൻ. അതെ ഹെൽത്തി. എന്നിട്ട് കാണിച്ചു വെച്ചേക്കണുണ്ടോ എന്റെ പെട്ടി മൊത്തം ഓട്സ്. നിനക്ക് ശല്യം കാരണം അപ്പുറത്തുണ്ടായിരുന്ന ചെറുക്കൻ പെട്ടിയിലാക്കി പുറത്തിറങ്ങിപ്പോയി. എന്റെ പെട്ടിക്ക് വിശക്കുന്നില്ല, നിനക്ക് കഴിക്കണമെങ്കിൽ കഴിച്ചപ്പോലെ എടുത്ത് വെളിയുന്നുണ്ട്. പാലൊഴിക്കുമ്പോ കുറച്ച് നമ്മൾ പെട്ടി, എന്റെ പെട്ടിക്ക് പാലിന്റെ ആവശ്യമില്ല കേട്ടോ. അത് കുറഞ്ഞു വരുന്നത് കൂടിയാലും കുഴപ്പമില്ല, സ്റ്റോക്കാവില്ല. നിർത്തല്ല എന്താടി അവിടെ ചെയ്യണേ? മധുര കാണത്തില്ല. നാളെ ഇടുന്ന പാൻറ്റിനകത്തെല്ലാം രാത്രിയില് ഓറഞ്ച് തിന്നുന്ന ഫെമി. ഓറഞ്ച് എന്താ ഫെമി? ഇത് മറ്റേ ഓറഞ്ച് കണ്ടോല. രാത്രി വിശക്കണമെന്നും പറഞ്ഞോണ്ട് ഓറഞ്ച് എടുത്തോണ്ട് വന്നിരുന്ന് കഴിച്ചോണ്ടിരിക്കാണ്. പഴമിങ്ങിന്നായി പറയുന്നു, ചുമ്മാ സമയത്ത് എന്തൊക്കെയൊക്കെയോ പറയുന്നു കുട്ടി. ഗംഗ ഇവിടെ ഉറങ്ങി ഗൈസ്, ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ മുന്നേ കൂട്ടി ഞാൻ ഓഫായി നോക്കെ. അയ്യേ ഇവരെല്ലാവരും സെലക്ട് ആണ്. ചുമ്മാ പച്ചക്കറി ഭൂമി കുലിക്കുന്നു. പാതിരാത്രി 12 മണിയൊക്കെ ഞങ്ങൾ ചെയ്യുന്ന കുലസിത പരിപാടികളാണിത്.
നീ ഉറങ്ങല്ലേ അച്ഛൻ ഇവിടെ കിടക്ക് എന്ത് എണിച്ചിരിക്കണേ നീല് കണക്ക് മുടിയൊക്കെ ഇട്ട് ഇത് കാണിക്കണമെങ്കിൽ ഇനി അത് ഒതുക്കി വെക്കണം. ഇപ്പൊ ഫ്രണ്ടിൽ ഞണ്ടിന്റെ കാല് തൂക്കിയിട്ടിട്ടുണ്ട്. ഇത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇതാണ്, ഡിസിഷനും ചില വാക്കുകളുമാണ്. അതൊന്നും പുറത്തറിയാൻ പറ്റില്ല. ഞണ്ടുകളുടെ നാട്ടിലൂടെ അതെ ക്രേ ഫിഷ് ആണ്, ക്രേ ഫിഷ്. ഇനി ഉറങ്ങാതെ ഇനി വാ.